മലപ്പുറം ജില്ലയിൽ ഇതുപോലെ തൂത്തുവാരിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. തൂത്തുവാരും എന്ന് പറഞ്ഞതാണ്, അതുപോലെ തന്നെ തൂത്തുവാരിക്കൊണ്ടുള്ള വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മറ്റ് ചില ഏതെങ്കിലും പഞ്ചായത്തുകളിലെ വിജയം പരാജയം അതൊക്കെ നമുക്ക് ഇനി പരിശോധിക്കാൻ സമയമുണ്ടല്ലോ. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ മുന്നേറ്റം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ പോലും ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതിനനുകൂലമായി അത്ര മുന്നേറ്റം ഉണ്ടാകുമെന്ന് രാവിലെ വരെ പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ അത് ജനങ്ങളുടെ മനസ്സ് ഇപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത് എത്രത്തോളം UDFന് അനുകൂലമാണ്, എത്രത്തോളം ഗവൺമെന്റ് എതിരാണ് എന്നുള്ളത്. സാന്നിധ്യമില്ലാതെയും ജയിക്കാമെന്ന് UDF തെളിയിച്ചോ? കേരളത്തിലൊരു വലിയ മുന്നേറ്റമാണ്. കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലായിടത്തും ഇല്ലേ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ കോഴിക്കോട് പോലും നമുക്ക് വളരെ കുറഞ്ഞ സീറ്റുകൾക്കാണ് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആരെയും ധരിച്ചിരുന്നത്. അപ്പോൾ വലിയൊരു മുന്നേറ്റം, അത് ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതിനകത്തുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ വിനയത്തോടു കൂടിയാണ് ഈ ജനവിധിയെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു വിജയം ഏറ്റവും വിനയത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഞങ്ങൾ നോക്കിക്കാണുകയും അതിനനുസരിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ UDFന്റെ പ്രവർത്തനങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സംഘടനയും മുന്നണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയും ഈ വിജയത്തിലൂടെ ചെയ്യുകയാണ്. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ വിജയം, പെരിന്തൽമണ്ണ നിലമ്പൂർ തിരിച്ചുപിടിച്ചു. ഇങ്ങനെയാണ് മലപ്പുറത്തെ വിജയങ്ങളൊക്കെ. മലപ്പുറത്തെ വിജയം വളരെ നല്ല രീതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. വളരെ നല്ല രീതിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ച് അതിന്റെ റിസൾട്ടാണ്. പെരിന്തൽമണ്ണ തിരിച്ചുപിടിക്കും എന്ന് ആരെങ്കിലും ധരിച്ചിരുന്നു. 30 കൊല്ലമായി പെരിന്തൽമണ്ണ നഗരസഭ CPMന്റെ കൈവശമുള്ള 2010 പോലും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്ത പെരിന്തൽമണ്ണ നഗരസഭയാണ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷം തിരിച്ചുപിടിച്ചത്. അപ്പോൾ അതൊക്കെ അവിടെ CPM ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഈ ഗവൺമെന്റിന് എതിരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.